നമസ്കാരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും BJP-യിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തത്. സംസ്ഥാന നേതൃത്വമായിരുന്നില്ല അതിന് മുൻകൈയെടുത്തത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറായിരുന്നു. ഡൽഹിയിൽ പോയി BJP-യുടെ ദേശീയ നേതാക്കളെയൊക്കെ കണ്ട് പി സി ജോർജ് തിരിച്ചു വന്നപ്പോൾ കേരളീയ സമൂഹം സംശയലേശമന്യേ ഒരു കാര്യം സ്ഥിരീകരിച്ചു. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പി സി ജോർജ് ആയിരിക്കുമെന്ന്. ഇനി അഥവാ പി സി ജോർജ് അല്ലെങ്കിൽ മകൻ ഷോൺ ജോർജിനായിരിക്കും സ്ഥാനാർത്ഥിത്വം എന്നായിരുന്നു എല്ലാവരും കണക്ക് കൂട്ടിയത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൊടുന്നനെ ഷോൺ ജോർജിനെയും പി സി ജോർജിനെയും മൂലക്കിരുത്തിക്കൊണ്ട് ഹൈന്ദവ സ്ഥാനാർത്ഥി തന്നെ പത്തനംതിട്ടയിൽ വരണം എന്നൊരു വാദം BJP വൃത്തങ്ങളിലുണ്ടാവുകയും ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയുടെയും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ്റെയും പേര് ഉയർന്നു വരികയും ചെയ്തു. രണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണ് മെച്ചമെന്നായിരുന്നു ആ വാദം ഉയർത്തിയവരുടെ വാദം. എന്നാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ സകലരും ഞെട്ടി. പി സി ജോർജും മകനും സ്ഥാനാർത്ഥിയായില്ല എന്ന് മാത്രമല്ല, ഹൈന്ദവ സ്ഥാനാർത്ഥി ആയിരുന്നില്ല അവിടുത്തെ സ്ഥാനാർത്ഥിയായി വന്നത്. ഒരു വിധത്തിലും ആരും പ്രതീക്ഷിക്കാത്ത അനിൽ കെ ആന്റണി എന്ന BJP-യുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥിയായി വരുന്നു. ഇത് ഏറ്റവും അധികം ഷോക്കടിപ്പിച്ചത് രണ്ട് വിഭാഗങ്ങളെയാണ്. ഒന്ന്, മണ്ഡലത്തിലെ BJP പ്രവർത്തകരെയും നേതാക്കളെയും. സാധാരണഗതിക്ക് BJP-യിൽ പല ഗ്രൂപ്പ് വഴക്കമുണ്ട്. ഒരു സ്ഥാനാർത്ഥിയായാൽ എതിർ ഗ്രൂപ്പുകാർ എതിർക്കാറുണ്ട്, രഹസ്യമായി പണി കൊടുക്കാറുണ്ട്. എന്നാൽ അവരൊക്കെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പി സി ജോർജിന് വേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ ഷോക്ക് ചില്ലറയല്ല. രണ്ടാമത്തെ വിഭാഗം മണ്ഡലത്തെ ക്രൈസ്തവരാണ്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട സീറോ മലബാർ സഭാവിശ്വാസികൾ. BJP-യോടുള്ള അകലവും ഐത്തവും പതിയെ പതിയെ കുറഞ്ഞു വരികയാണ് ക്രൈസ്തവർക്ക്. അവർക്ക് ഒരു ഓപ്പണിംഗ്, ഒരു എൻട്രി വേണം. ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടാകണം. അങ്ങനെ ആ ഐത്തം പൂർണ്ണമായി മാറി തുറന്ന് സഹകരിക്കാൻ അവർ കണ്ടെത്തിയ നേതാവായിരുന്നു പി സി ജോർജ്. ക്രൈസ്തവ സഭയുമായി നല്ല ബന്ധം പി സി ജോർജിനുണ്ട്. അവരുടെ ഏത് വിഷയമാണെങ്കിലും, അത് ബിഷപ്പ് ഫ്രാങ്കോയുടെ പീഡന കേസാണെങ്കിൽ പോലും കട്ടയ്ക്ക് സഭയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയ്ക്ക് BJP-യോടുള്ള ഒരു പാലമായി പി സി ജോർജിനെ അവർ കരുതിയിരുന്നു. അതേസമയം ഹൈന്ദവ വിശ്വാസികൾക്കും പി സി ജോർജിനോട് ഇഷ്ടമാണ്. ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുത്ത പി സി ജോർജ് തുലാഭാരം പോലും നടത്തുന്ന ഹൈന്ദവരെ ആദരിക്കുന്ന നേതാവ് കൂടിയാണ്. അത് BJP-യിൽ ചേരുന്നതിന് മുൻപ് തന്നെ. അങ്ങനെ BJP പ്രവർത്തകർക്കും ക്രൈസ്തവർക്കും താല്പര്യമുള്ള നേതാവ് വെട്ടപ്പെട്ട് അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായതോടെ കടുത്ത അമർഷം, ശക്തമായ പ്രതിഷേധം മണ്ഡലത്തിലുണ്ട്. അത് അനിൽ ആന്റണിയോടുള്ള പ്രതിഷേധമല്ല. അനിൽ ആന്റണിയെ ടാർഗറ്റ് ചെയ്ത് ആരും രംഗത്തെത്തിയിട്ടില്ല. അനിൽ ആന്റണി സാധുവായൊരു മനുഷ്യനാണ്. ഞാൻ ഇന്നലെയും അനിൽ ആന്റണിയോട് സംസാരിച്ച ഒരു സാധുവായൊരു മനുഷ്യനാണ്. നമുക്ക് അദ്ദേഹത്തെ വെറുക്കാൻ തോന്നില്ല. പാവപ്പെട്ട മനുഷ്യനാണ്. ആന്റണിയുടെ മകനായിരുന്നു. കോൺഗ്രസിൽ സാധ്യതയില്ലാത്തതുകൊണ്ട് BJP-യിലേക്ക് വന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിയോട് BJP-ക്കാർക്ക് എതിർപ്പുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ പി സി ജോർജിനെ അവഗണിച്ചതിനോടുള്ള വേദനയും രോഷവും ശക്തമാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ രോഷം അതിശക്തമാണ്. നിരവധി വൈദികർ എന്നെ പോലും വിളിച്ചിട്ട് എന്നോട്, നിങ്ങൾ സ്വതന്ത്രനായി മത്സരിക്കണം, അല്ലെ 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കണം, 1 ലക്ഷം വോട്ട് പിടിച്ചു തരാമെന്ന് പറഞ്ഞ വൈദികരുണ്ട്. അത്ര ഒരു വികാരമുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാനിതുകൊണ്ട് ജീവിച്ചോളാം, എന്നെ വിടൂ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. ഈ ഒരു വലിയ വികാരം അവിടെ സജീവമായ രംഗത്തുണ്ട്. പി സി ജോർജ് പരസ്യമായി ഒന്നും പറയുന്നില്ലെങ്കിലും പി സി ജോർജിനെ അറിയാവുന്നവർ, അടുപ്പമുള്ളവരോടും അദ്ദേഹം അസ്വസ്ഥത രേഖപ്പെടുത്തുന്നുണ്ട്. പി സി ജോർജിന് പകരം വലിയ എന്തോ പദവി കൊടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തുണ്ട്. BJP വൃത്തങ്ങൾ അതാണ് പറയുന്നത്. പക്ഷെ പി സി ജോർജ് കേവലം ഒരു പദവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല. പദവിയല്ല ജോർജിന്റെ പ്രശ്നം. ജോർജിന് പദവി കൊടുക്കുന്നോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. എന്തെങ്കിലും ഒരു നക്കാപ്പിച്ചുകൊണ്ട് തൃപ്തനാവാനല്ല പി സി ജോർജ് BJP-യിലേക്ക് ചേർന്ന്. പി സി ജോർജിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അജണ്ടയോടെ, പദ്ധതിയോടെയാണ് പി സി ജോർജ് രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ പി സി ജോർജിനും ജോർജിനെ പിന്തുണയ്ക്കുന്നവർക്കും, അത് BJP-ക്കാരാണെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, കടുത്ത വേദനയും രോഷവുമുണ്ട്. എന്ന് മാത്രമല്ല, ആന്റണി എന്ന സിറ്റിംഗ് MP-യുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസിന്റെ ചില മണ്ഡലം പ്രസിഡന്റുമാർ എന്നെ പലതവണ വിളിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ആന്റണി ഒഴിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന്. ആന്റണി തോൽക്കുമെന്ന് പറയുന്നതും കോൺഗ്രസ്സുകാരാണ്. പക്ഷേ അനിൽ കെ ആന്റണിയുടെ സ്ഥാനാർത്ഥി ആയതോടെ അവരെ സംബന്ധിച്ചിടത്തോളം ആന്റണിയോടുള്ള എതിർപ്പങ്ങ് മാറി. കാരണം കോൺഗ്രസിനെ വഞ്ചിച്ചിട്ട് പോയ ആളാണ് അനിൽ ആന്റണി. അതുകൊണ്ട് അനിൽ ആന്റണിയോട് കോംപ്രമൈസ് ഇല്ല എന്നൊരു തോന്നൽ ഇവർക്കെല്ലാം ഉണ്ടായി. പി സി ജോർജിനോടുള്ള സമീപനമല്ല കോൺഗ്രസ്സുകാരായ ആന്റണി വിരുദ്ധർക്ക്. അതായത് അവരെല്ലാം
ആന്റണിക്കൊപ്പം അണിനിരക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. വല്ലാത്തൊരു സാഹചര്യം പത്തനംതിട്ടയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഈ വികാരം പലരും പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങി. ശ്യാം തട്ടയിൽ എന്ന് പറയുന്ന കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. ഇത് പിതൃശൂന്യതയാണ് എന്ന് ശ്യാം പറയുന്നു. ഈ നാട്ടില് BJPയുടെ NDAയുടെ ഒരു സ്ഥാനാർത്ഥി വരണമെന്ന്, നന്നായി വരണമെന്ന്, നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ തീർച്ചയായും പൊതുസമൂഹത്തിൽ വളരെ വലിയ, തീർച്ചയായും ഈ നാട് മുഴുവൻ, പ്രത്യേകിച്ച് ശബരിമല ഈശ്വര വിശ്വാസവുമായി ആചാര ലംഘനത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ നടത്തിയവർ, ഒപ്പം ഈ നാട്ടിലെ ജനത, റബ്ബർ കർഷകർ, സാധാരണ കർഷകർ ഉൾപ്പെടെ ആഗ്രഹിച്ചത് PC ജോർജിനെ തന്നെയാണ്. ഫോൺ കോൾ വിളിച്ചു, എന്നെ വിളിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ജില്ലാ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്, സംസ്ഥാന നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്, ബൂത്ത് വരെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ ശബ്ദത്തോടെ പറഞ്ഞ പേരാണ് PC-യുടെ പേര്. ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ പേര് PC ആണ്. അപ്പൊ മോഡിജി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് മാറ്റാൻ ബാക്കി സംസ്ഥാനത്തെ എല്ലായിടത്തും ബാക്കി നിൽക്കാൻ നിശ്ചയിച്ചവർ തന്നെയാണ് മത്സരിച്ചത്. അവർ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പൊ ഇവിടെ മാത്രം എന്താടോ ഈ മോഡി പറഞ്ഞു എന്ന് പറഞ്ഞ് മത്സരം? അതെന്തൊരു മത്സരമാടോ? പിതൃശൂന്യതയാണ് കാണിച്ചത്, പിതൃശൂന്യത. ഈ നാടിന്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 1,00,000 വോട്ട് തയ്ക്കത്തില്ല. 1,00,000 വോട്ട് നിങ്ങൾ എണ്ണി വെച്ചു. നിങ്ങൾ മത്സരിച്ചു നോക്കൂ. ഈ നാട് നിങ്ങൾക്ക് അനുകൂലമല്ല സാർ. നിങ്ങൾ ഈ ജനതയുടെ ശബ്ദം കേൾക്കാതെ, ഈ നാടിന്റെ ശബ്ദം കേൾക്കാതെ, കൃത്യമായി ഈ ജനതയോട് സംവദിക്കാതെ ആരെങ്കിലും കച്ചവടക്കാർ പറയുന്നത് കേട്ടിട്ട് പോയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. 1,00,000 വോട്ട് തയ്ക്കില്ല. കാണാം. ശ്യാമിനെ പുറത്താക്കിയാണ് BJP നേതൃത്വം ഇതിനെ നേരിട്ടത്. ഇങ്ങനെ എത്ര പേരെ പുറത്താക്കി, എത്ര പേരെ നിശബ്ദരാക്കി അനിൽ ആന്റണിക്ക് അവിടെ ഫലപ്രദമായി ഇടപെടൽ നടത്താൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമാണ്. PC ജോർജ് എന്ത് നിലപാടെടുക്കുന്നു എന്നത് പ്രസക്തമാണ്. അതിനിടയിലാണ് ജോർജിനെതിരെ BJP പ്രസിഡന്റ് നദ്ദയ്ക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത് വന്നത്. അതിനെതിരെ കാസയെ പോലുള്ള സംഘടനകൾ വളരെ കടുത്ത ഭാഷയിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാസയൊക്കെ BJPക്കൊപ്പം നിന്ന സംഘടനയാണ്. PC ജോർജ് BJPയിലേക്കൊപ്പം നിൽക്കുന്നതിന് മുമ്പ് തന്നെ കാസ BJPക്കൊപ്പം, കാസ വരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വലിയൊരു പ്രതികരണം ഉണ്ടാവുകയും പത്തനംതിട്ടയിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിൽ പോലും ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഇത് മാറുമോ എന്ന ആശങ്ക BJPക്കുണ്ട്. എന്തായിരിക്കാം ഈ ഒരു നീക്കത്തിന് പിന്നിൽ? പലരും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പലർക്കും ആശങ്കയുണ്ട്. അതിലിപ്പോൾ പുറത്തു വരുന്ന വാർത്ത തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും കർശനമായ നിലപാടെടുത്തു എന്നതാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ പല BJPക്കാർക്കും കഴിയുന്നില്ല. തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും യഥാർത്ഥത്തിൽ CPM-കാരാണ്. വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ CPM-നൊപ്പം നിൽക്കുന്നു. തുഷാറിന് SNDP-യിൽ ഒരു സ്വാധീനവുമില്ല. സ്വാധീനമുള്ളത് വെള്ളാപ്പള്ളിക്കാണ്, അപ്പനാണ്. വെള്ളാപ്പള്ളി പരസ്യമായി ഇടതുപക്ഷത്തെയാണ് പിന്തുണയ്ക്കുന്നത്, ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ സംരക്ഷകനാണ്. അത് പരസ്യമായി അദ്ദേഹം പറയാറുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി പേരിന് വേണ്ടി BJPക്കൊപ്പം നിൽക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇതുവരെ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനവും നടത്തിയിട്ടില്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥികൾക്ക് BJPയുടെ വോട്ടല്ലാതെ SNDP-യുടെ വോട്ട് കിട്ടുന്നുമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാസ്തവത്തിൽ ഈ BDGS എന്ന് പറയുന്ന പാർട്ടി ഇല്ലെങ്കിൽ BJPക്ക് കുറച്ചുകൂടി വോട്ട് കിട്ടുന്ന സാഹചര്യം. ഇപ്പോൾ 4 സീറ്റ് കൊടുക്കുന്നു. ഈ 4 സീറ്റുകളിലും BJPക്കാർ മറ്റിടങ്ങളിൽ നേടുന്നതിനേക്കാൾ കുറച്ച് വോട്ടേ നേടൂ എന്നത് എല്ലാവർക്കും പ്രവചിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. എന്നിട്ടും തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞപ്പോൾ BJPക്ക് വിജയസാധ്യത വരെയുള്ള PC ജോർജിനെ തള്ളിക്കളഞ്ഞു എന്ന് വിശ്വസിക്കാൻ പലർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ എതിർഭാഗത്തുള്ളവർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നത് PC ജോർജും മകനും പിണറായി വിജയനിട്ട് പണി കൊടുക്കാൻ ഇറങ്ങിയതിന്റെ തിരിച്ചടിയാണ് അവരുടെ ഭാഗം. പണ്ട് മുതലേ കോൺഗ്രസ്സുകാർ പറയുന്നത് പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒറ്റക്കെട്ടാണ്. കേന്ദ്രത്തിന്റെ ഇവിടുത്തെ യഥാർത്ഥ ഏജന്റ് എന്ന് പറയുന്നത് CPM-ആണ്. അവർ ഒരുമിച്ചേ പോകും. അതുകൊണ്ട് പിണറായി ഒരു കേസിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് ശ്രമിക്കുക പോലും ചെയ്യാത്തത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, സ്വർണ്ണക്കടത്തടക്കം, കറൻസി കടത്തടക്കം, ലൈഫ് മിഷൻ അടക്കം അനേകം ആരോപണങ്ങൾ ഉയർന്നു, അനേകം തെളിവുകളുണ്ട്. അപ്പോൾ അദാനിയൊക്കെ ആയിട്ടുള്ള വലിയ ബന്ധം പരസ്യമേ അദാനിക്കെതിരെ രംഗത്തിറങ്ങുകയും പിൻവാതിലൂടെ അദാനിക്ക് എല്ലാ കരാറുകൾ കൊടുക്കുകയും ചെയ്യുന്നതിനെതിരെയൊക്കെ കോൺഗ്രസ് രംഗത്തുണ്ട്. അതുകൊണ്ടാണ് ലാവ്ലിൻ കേസ് ഇപ്പോഴും തുടർച്ചയായി നീക്കിവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. CBI ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നീക്കിവയ്ക്കപ്പെട്ടുകൊണ്ട് ഈ ആരോപണമൊക്കെ ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പിണറായി വിജയന് പൂട്ടുന്ന തരത്തിൽ നിയമ പോരാട്ടവുമായി PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ നിയമ പോരാട്ടം അതിശക്തമായി മുമ്പോട്ട് പോയി. കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഈ സാഹചര്യം പിണറായിയെ വലിയ കുഴപ്പത്തിലേക്കാണ് ചാടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി മോദി വന്നപ്പോൾ വണ്ടി പിടിച്ച് കൊച്ചിയിൽ പോയി
കൈകൂപ്പാനും കൈപിടിക്കാനും ശ്രമിച്ചത്. ഡൽഹിയിലും പോയി മോദിയെ കണ്ടു എന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പിണറായിക്ക് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ, പിണറായിയുടെ മോളെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ ശക്തമായ ഇടപെടൽ ഷോൺ ജോർജ് നടത്തിയത് കൊണ്ടാണ് ഷോൺ ജോർജിനെയും പി സി ജോർജിനെയും മാറ്റി നിർത്തിയത് എന്നാണ്. ഇത് കോൺഗ്രസ്സുകാരുടെ ആരോപണമാണ്. ബി ജെ പിക്കാർ പോലും വിശ്വസിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് അങ്ങനെയല്ല എന്ന് വിശദീകരിക്കാൻ, അണികളെ ബോധ്യപ്പെടുത്താൻ ബി ജെ പിക്ക് നന്നേ പാടുപെടേണ്ടി വരും. കാരണം പണ്ട് മുതലേ ബി ജെ പിക്കാരടക്കമുള്ളവരുടെ ആശങ്ക സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒത്തുതീർപ്പുണ്ടെന്നാണ്. ബി ജെ പി പ്രവർത്തകർ കടുത്ത പിണറായി വിരുദ്ധരാണ്. അവർക്ക് വളരെ അതൃപ്തിയുണ്ട് ഇക്കാര്യത്തിൽ. ഇത് മറ്റൊരു ഉദാഹരണമായി കോൺഗ്രസ് ചിത്രീകരിക്കുമ്പോൾ ഇത് വിശദീകരിച്ചെടുക്കാൻ പ്രയാസം വരും. പിണറായി വിജയന്റെ മകൾക്ക് പണി കൊടുക്കാൻ പി സി ജോർജിന്റെ മകൻ ഇറങ്ങിയത് കൊണ്ടാണോ പി സി ജോർജിന് ഇങ്ങനെയൊരു തിരസ്കാരമുണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഈ ചോദ്യം ബി ജെ പിക്കാർ കൂടി ഉയർത്തുന്ന സാഹചര്യം കേരളത്തിലെ ബി ജെ പിക്ക് ഒട്ടും ഗുണകരമായ അന്തരീക്ഷമല്ല ഉണ്ടാക്കുക.